വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എന്താണ് ഇന്നിപ്പം പ്രത്യേകിച്ച് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാൽ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അതാണ് അതിൽ വലിയ കഥ. അപ്പോൾ സ്ലീപ്പറിൽ കയറാം. ജനറൽ ടിക്കറ്റിൽ ഇനിയിപ്പോൾ കിട്ടുള്ളൂ. ഒറ്റ ടിക്കറ്റില്ല, ഒരെണ്ണം പോലും അവൈലബിൾ ആയിട്ടില്ല. എപ്പോൾ നോക്കിയാലും ഇതാണ് അവസ്ഥ. അപ്പോൾ എന്താണ് പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കോയമ്പത്തൂരാണുള്ളത്. കോയമ്പത്തൂർ ടു ഡൽഹി അല്ല, കോയമ്പത്തൂർ ടു കേരള. അമ്മുക്കുട്ടി അവിടെ ഉണ്ട്. അപ്പോൾ അമ്മുക്കുട്ടിയുടെ അടുത്ത് പോകണമല്ലോ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, unfortunately my guide husband passed away, so that's the reason everything again pending. So വൈവമൊക്കെ വീണ്ടും ഇങ്ങനെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും നല്ല തിരക്കുണ്ട്. അതിനിടയിലാണ് ഞാൻ പെട്ടെന്ന് ഈ കാട്ടിക്കൂട്ടണത്. അപ്പം ദോശയാണ് കഴിക്കാനുള്ളത്. ദോശ കഴിച്ചിട്ട് പോകാനാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ചേച്ചീൻ്റെ കൂടെയാണ്. ചേച്ചി ഓൾറെഡി ബാക്ക് ടു കോളേജ്. സോ ചേച്ചിക്ക് വർക്കിംഗ് ആണ്. അപ്പോൾ ഓൾറെഡി എല്ലാം റെഡിയായി. ഇനി എനിക്കിൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് ഇറങ്ങിയാൽ മതി. ദോശ വേണോ? ദോശയും ചേച്ചിയുടെ ഒരു പ്രത്യേകത സാമ്പാറാണ്. തക്കാളി വെച്ചിട്ടുള്ള സാമ്പാറാണ്. ദോശ പ്ലസ് തക്കാളി സാമ്പാർ. ഞാൻ ചവിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. സോ 1 o'clock ട്രെയിൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പോവാണ്. അപ്പോൾ ഒന്ന് പറ്റാൻ ഇനി മൊത്തം കഥയിൽ നല്ലൊരു മാറ്റമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് പറയുന്നത് എത്രയോ വലിയ കാര്യമാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ വലിയൊരു പണിയായിരുന്നു. ബസ് കിട്ടാൻ ഭയങ്കര ലേറ്റായി. സാധാരണ വേഗം കിട്ടുന്നതാണ്. 11 ബസ്സൊക്കെ വേഗം കിട്ടും. റെയിൽവേ സ്റ്റേഷനിൽ ഡയറക്റ്റ്ലി നമുക്ക് എത്താൻ പറ്റുന്നതാണ്. പിന്നൊന്നും പറയണ്ടല്ലോ. പതിനൊന്ന് മണിക്കാണ് ഇറങ്ങിയെങ്കിലും നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ഹീറ്റ് കാരണം നല്ല ടയർഡാവുന്നുണ്ടായിരുന്നു. 1 o'clock ഹംസഫറാണ് ഞാൻ ടാർഗറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് 12:30 അവിടെ എത്താൻ കഴിഞ്ഞുള്ളൂ. കാരണം അത്രയും ബ്ലോക്കായിരുന്നു. കാരണം അവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന കാരണം ബസ്സൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് 12:30 അവിടെ എത്തി. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേരള എക്സ്പ്രസ് വന്നിട്ടില്ലെന്ന്. പിന്നെ കേരളയിൽ പോകുക എന്നൊരു പ്ലാനായി. പക്ഷേ അങ്ങനെയാണെങ്കിൽ എനിക്ക് വീട്ടിൽ കറക്റ്റ് സമയം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്താൻ പറ്റും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ എത്തി. കയറി കഴിഞ്ഞപ്പോഴാണ് ട്വിസ്റ്റ്. എൻ്റെ ടിക്കറ്റിൽ പാലക്കാട് വരെ ഉള്ളൂ. അതോടുകൂടി എനിക്ക് പണി കിട്ടി. പിന്നെ S6 ഞാൻ ഫ്രണ്ട് നിന്ന് ഞാൻ ഓടി S6 കയറി. കാരണം കേരളയിൽ കൂടുതൽ AC ആണല്ലോ. പിന്നെ ഞാൻ ഓടി ചെന്നത് S6 S6 ചെന്നപ്പോൾ TTRന് ഇത് കാണിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം കണ്ടുപിടിച്ചത്. പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും പുള്ളിക്കാരൻ പറഞ്ഞെങ്കിൽ പിന്നെ S2 പോയത്. S2 ചെന്നപ്പോഴത്തേക്ക് എനിക്ക് 600 ഫൈനായി. ട്രെയിനിൻ്റെ ജനറൽ കാല് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിയാണ് ഏറ്റവും ബാക്ക് വരെ പോയത്. അതിൻ്റെ ഒരു ഹാങ് ഓവർ എനിക്ക് മാറിയിട്ടില്ലായിരുന്നു. പിന്നെ ഒന്ന് ബോധം തിരിച്ചു വന്നത് സീറ്റ് കിട്ടിയതാ ഇവിടെ നിന്ന് ഇരുന്ന് ഇങ്ങനെ പുറത്തേക്കൊന്ന് നോക്കിയപ്പോഴാണ്. ട്രെയിനിൽ രാവിലെ കയറി വരുന്നത് പിന്നെ ഉച്ചയ്ക്ക് കയറി വരുന്നതൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നമ്മളിരുന്ന് നല്ല പോസ്റ്റാവും. രാത്രിയാണ് ഏറ്റവും കംഫർട്ടബിൾ. ഒരു 6 ആയപ്പോഴത്തേക്കിന് നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലഗേജ് ഉള്ളതുകൊണ്ട് എനിക്കാണെങ്കിൽ ഒരു കാരണവശാലും വാഷ്റൂമിൽ പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ യാത്ര ചെയ്തവരൊക്കെ നല്ല ആൾക്കാരായിരുന്നു. ആയിരിക്കുന്ന അപ്പൂപ്പൻ ഒറ്റയ്ക്ക് ചെങ്ങന്നൂരേക്ക് വരികയാണ് കേട്ടോ. അപ്പൂപ്പന് നല്ല ഏജ് ഉണ്ട്, എന്നാലും അപ്പൂപ്പൻ നല്ല സ്റ്റാറാണ്. എന്നാലും ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ ഇറങ്ങാറാകുമ്പോഴത്തേക്ക് എങ്ങനെ ഇറങ്ങും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേന്ന്. ചെങ്ങന്നൂരാകുമ്പോൾ അപ്പൂപ്പനെ കറക്റ്റായിട്ട് ഇറക്കി വിടണമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. അതിനു മുമ്പേ അപ്പൂപ്പൻ ആ ചേട്ടനുമായിട്ട് പോയി കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പൻ്റെ ഫോണിൽ പണ്ടത്തെ ഒരു 1950 സോങ്സൊക്കെ ഇട്ടിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ഫൈനലി ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞാൻ കൊല്ലത്തെത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ താഴെ ഇറങ്ങുന്നതിൻ്റെ ആ ടെൻഷനിലായിരുന്നു. അപ്പോഴാണ് ആ സ്റ്റെപ്പിൽ ആരോ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ചവിട്ടി ഞാൻ തെന്നിപ്പോയി. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടറൊക്കെ എടുത്തിട്ട് കാലൊക്കെ കഴുകി
വിശപ്പ് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് ഇറങ്ങി കഴിയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന്. പക്ഷെ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ടൈം മാനേജ് ആകുമെന്നൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഇതാ ബസ് വന്നു. പിന്നെ ഞാൻ ബസ്സിൽ തന്നെ കയറി. പിന്നും ഞാൻ എൻ്റെ വിശപ്പിനെ സഹിച്ചുകൊണ്ട് ഇന്നിപ്പം ഈ ഒരു ജേണി നമ്മൾ പറയുന്നത് കൊണ്ട് ഓക്കെ നമുക്കിത് യൂസ്ഡായി എങ്കിൽ പോലും ഉണ്ടല്ലോ ഇതൊരു 6 വർഷത്തെ ഒരു ജേണിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ വാവയും കൂടെ ഉള്ള ദിവസമാണ് എനിക്കിതിലും കഷ്ടപ്പാടാണ്. അങ്ങനെ പിന്നെ കൊല്ലത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കൊല്ലത്തിൻ്റെ മാറ്റമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഒരുപാട് ഷോപ്സും പഴയതിനേക്കാളും അവിടെ പാർക്ക് അങ്ങനെയൊക്കെ ഓരോന്നോരോ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. അമ്മൂസേ അമ്മുക്കുട്ടി ഉണ്ടോ അവിടെ? കുഴപ്പമില്ല അങ്ങ് വന്ന്. അവളെന്തി അമ്മൂസ് അമ്മുക്കുട്ടി അമ്മുക്കുട്ടി ഉണ്ടോ? എവിടെ അമ്മുക്കുട്ടി എന്നെ ഇടിച്ചോളൂ നീ. അമ്മ മാനസം എന്റെ ചക്കരമുത്ത് എന്നി അമ്മയുടെ ചക്കരമുത്ത് അമ്മയ്ക്ക് ചുമറ്റ എന്തൊരു പൊന്നെ ചൂടാണോ? നീ വിയർത്ത് പോയല്ലാടാ. നീ എന്റെ മുത്ത് വിയർത്തിട്ട് മണക്കുന്നു. പൊന്നിന് അമ്മ ചോക്കേറ്റ് കൊണ്ടുവന്നല്ലോ. കാണിച്ചു തരട്ടെ. ബിസിഡിന്റെ അമ്മയുടെ ബാഗയിലുണ്ട്. എങ്ങനെയാണ് മോനെ? എന്താ നോക്ക് മോൻ? പൊട്ടിച്ച് നോക്ക് ബാബ. എന്താ അമ്മ ഞാൻ എബിസിഡി വാങ്ങിയതാ. കുഞ്ഞിന് എബിസിഡി വാങ്ങി അമ്മ. വേറെ സാധനം കൂടെ വാങ്ങിച്ചല്ലോ. കൈവസ് എൻ്റെ കളർ പെൻസിലുണ്ട്. ഇഷ്ടപ്പെട്ടാ? നോക്ക് പോയിട്ട് കൊല്ലാവോന്ന്. എൻ്റെ കുഞ്ഞിന് കളിപ്പാട്ടം വാങ്ങിച്ചു. ഇവിടെ ഒരാൾക്ക് വയ്യാതെ കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.